എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഷൈനിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ ഭർത്താവായിരിക്കുന്ന നോബിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ പുള്ളിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങി വന്നിരിക്കുകയാണ് അല്ലേ. ഇനി അടുത്തത് വേറൊരു കേസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മേഘ എന്ന് പറയുന്ന ഒരു IB ഓഫീസർ. അപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ ട്രാജഡി ഉണ്ട്. ആ പെൺകുട്ടി ഒരു പുരുഷനെ പ്രണയിച്ചു. അതിനുശേഷം ആ പെൺകുട്ടി 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അതിനെ അബോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി എവിടെ ചെയ്തു? കാമുകൻ ചതിച്ചു. ഈ പെൺകുട്ടി എന്ത് ചെയ്തു? പോയിട്ട് ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ 2 പേരുടെ കേസിലും സംഭവിച്ചത് എന്താണ്? അവർക്ക് ഇരുന്നപ്പോൾ കിട്ടാത്ത നീതി മരിച്ചു കഴിയുമ്പോൾ കിട്ടുമെന്ന് എന്തോ ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കണം ഇങ്ങനെയൊരു എടുത്തു ചാടി ഇവർ ആത്മഹത്യ ചെയ്തത്. പക്ഷേ അത് വലിയൊരു വിഡ്ഢിത്തമായിരുന്നു അല്ലേ. അവർ 2 പേരും കാണിച്ചതും വലിയൊരു വിഡ്ഢിത്തമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം ഷൈനിയുടെ കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് നമ്മൾക്കറിയാം. ആ ഷൈനിയുടെ ഒരു കടഭാരം ഉണ്ടായിരുന്നതും കൂടെ, അതായത് ഷൈനി ഭർത്തൃ വീട്ടുകാർക്ക് വേണ്ടി എടുത്ത കടഭാരം പോലും അത് ഒരു സംഘടന വന്നിട്ട് വീട്ടി ഇനി അതിൽ നിന്ന് പോലും എന്താ പറയുക, നോബിയുടെ വീട്ടുകാരെ സംരക്ഷിച്ചിരിക്കുകയാണ്. ആ ഒരു വിഷയത്തിൽ നിന്ന് പോലും സംരക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിയമവശങ്ങളൊക്കെ ഒത്തിരി നമ്മൾക്ക് ചിന്തിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ മേഘ എന്ന് പറയുന്ന കുട്ടിയും എന്താണ് ചെയ്തിരിക്കുന്നത്? അവളും ഒരു രേഖകളും അവശേഷിപ്പിക്കാതെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവൾ അവശേഷിപ്പിച്ചിരിക്കുന്ന രേഖകൾ കൊണ്ട് ഒരു ഗുണവുമില്ലാതെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഇവർ 2 കൂട്ടരും ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ 2 കൂട്ടരും എന്ന് മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. കാരണം നമ്മൾ തന്നെ പ്രതികാരത്തിന് ഇറങ്ങിക്കഴിയുമ്പോൾ അത് അമ്പേ പരാജയമാകുന്ന ഒരു ചരിത്രമാണ് നമ്മൾക്കൊക്കെ കാണുവാനായിട്ട് കഴിയുന്നത് അല്ലേ. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനം ഒരു വലിയ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾക്ക് തരുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്കറിയാം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഹീബ്രു 10:30 അല്ലേ. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പ്രതികാരം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രതികാരം ആർക്കുള്ളതാണ്? അത് ദൈവത്തിനുള്ളതാണ്. ഞാൻ പ്രതികാരം ചെയ്തോളാം എന്ന ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പ്രതികാരത്തിന് വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ അവരെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന നമ്മൾ അല്ലേ, ദൈവത്തെ ആരാധിക്കുന്ന നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്കറിയാം പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലേ. അപ്പോഴൊക്കെ നമ്മൾ നീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? അത് ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ദൈവം നമ്മൾക്ക് ഗൈഡൻസ് തരുന്നത് പോലെ നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നമ്മൾക്ക് വേണ്ടി പ്രതികാരം ചെയ്ത് നീതി നടപ്പാക്കി തരുന്ന ഒരു ദൈവത്തെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഹീബ്രുവിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് പുതിയ നിയമം അല്ലേ, അതിനകത്തെ ലേഖനത്തിൽ അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും ദൈവം എന്താണ്? ദൈവം സ്നേഹമാണ്. ഓക്കെ, ശരിയാണ്, എല്ലാം ദൈവം സ്നേഹമാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം പൊറുക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്, സത്യമാണ്. പക്ഷേ അവിടെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മറ്റൊരു വശവും കൂടിയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ്? ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തൻ്റെ ആരാധിക്കുന്ന, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? ദൈവം പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവവും കൂടിയാണ്. അപ്പോൾ ഇത് വേറൊരു വശം കൂടെ ഉണ്ട് അതിനകത്തല്ലേ. എന്താണ്? നമ്മളും നീതികേട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവം എന്താണ്? പ്രതികാരം ചെയ്യുമെന്നുള്ളൊരു വാണിങ്ങും കൂടെയാണ് അവിടെ തന്നിരിക്കുന്നത്. ആ ഒരു വാക്യത്തിൽ 2 എണ്ണം കിടപ്പുണ്ട്. അതായത് ഒരു വശത്ത് എന്താണ്? ദൈവം നമ്മൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്നുള്ളതുണ്ട്. മറുവശത്ത് എന്താണ്? നമ്മൾ നീതിരഹിതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവവുമുണ്ട് എന്നുള്ളൊരു താക്കീതും കൂടി അവിടെ നമ്മൾക്ക് ദൈവം തരുന്നുണ്ടല്ലേ. ഇനി നമ്മൾക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു നീതി നടത്തി തരുന്ന ഒരു ദൈവത്തെ അല്ലേ, നീതിരഹിതനായ ഒരു ന്യായാധിപൻ്റെ അടുത്ത് ഒരു വിധവയായ സ്ത്രീ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അല്ലേ. അദ്ദേഹത്തെ നിരന്തരമായിട്ട് അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ വിധവയായ സ്ത്രീക്ക് നീതി നടത്തി കൊടുത്തുവെന്ന് അവിടെ ദൈവം ഒരു ഉപമയിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ ദൈവം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഉപമ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവിടെയും ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവനായ ആണെങ്കിൽ പോലും ദൈവം എന്താണ്? വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? പ്രതിക്രിയ നടത്തി നമ്മളെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 വശത്ത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? നീതി അല്ലേ. ദൈവം നടപ്പാക്കി തരുന്നതൊരു നീതിയെക്കുറിച്ചാണ്.
ദൈവം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് ആശ്രയിക്കുവാൻ, ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും തന്നെ ഞാൻ പറയാറുള്ളതാണ്, നമ്മൾക്ക് ആശ്രയിക്കുവാൻ ആരാ ഉള്ളത്? ദൈവമാണ് ഉള്ളതല്ലേ. ആ ദൈവത്തിൽ മാത്രമേ നമ്മൾക്ക് 100% ആശ്രയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി മനുഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴോ, നമ്മൾ മനുഷ്യരെ ആശ്രയിക്കാൻ പോകുമ്പോഴോ, അവരൊരു പക്ഷേ നമ്മുടെ ഭാഗത്ത് നിൽക്കും, മറുഭാഗത്ത് വേറൊരു വ്യക്തി, നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡുള്ള വ്യക്തി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിൽക്കും, അല്ലേ, മാറി മാറി നിൽക്കും. കാരണം മനുഷ്യന് അറിഞ്ഞുകൂടാ ഏതാണ് നീതി ഏതാണ് നീതികേടെന്ന് മനുഷ്യന് വ്യക്തമായിട്ട് അറിയത്തില്ല. അവർ സംസാരം കേട്ടിട്ടായിരിക്കും അവർ, അല്ലെങ്കിൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ നീതിയൊക്കെ നടത്തി തരുവാനായിട്ട് പോകുന്നത്, അല്ലേ. കോടതികളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ തെളിവുകളാണ് നോക്കുന്നത്, അത് വെച്ചിട്ടാണ് നീതി നടപ്പാക്കുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു തെളിവും അവിടെ ഹാജരാക്കേണ്ട കാര്യമില്ലല്ലേ. കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടി എന്താണ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദൈവം എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ഹാജരാക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കോടതിയിൽ നമ്മൾ പ്രത്യേകിച്ച് തെളിവുകളുമായിട്ട് നമ്മൾ ചെല്ലേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ആ തെളിവുകളൊക്കെ ശേഖരിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം അവിടെയുണ്ട്, അല്ലേ. നമ്മൾക്ക് വേണ്ടി വിധി കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മൾക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ പ്രതികാരത്തിന് വേണ്ടി ചെയ്യേണ്ട, നമ്മൾ പ്രതികാരം നടത്തുവാനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങി നമ്മളുടെ ടൈമും നമ്മളുടെ സമാധാനത്തെ ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഏത് വിഷയങ്ങളും നമ്മൾക്ക് എവിടെയൊക്കെ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നുന്നോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് വരണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമ്മളുടെ ജീവിതത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കണം? ദൈവത്തിനായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം നമ്മൾ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ ഈ ദൈവത്തിന് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുത്തു കഴിയുമ്പോഴാണ് മറ്റുള്ളതൊന്നും നമ്മളെ സ്വാധീനിക്കാൻ കഴിയാതെ വരുന്നത്, അല്ലേ. മറ്റുള്ളതൊന്നും നമ്മളെ സ്വാധീനിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കണം? നമ്മൾ ദൈവത്തിന് തന്നെ കൊടുക്കണം. അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ മറ്റൊന്നും നമ്മളെ സ്വാധീനിക്കാതിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ദൈവത്തിന് നമ്മുടെ പ്രയോറിറ്റി. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളുടെ ജീവിതത്തിൽ മറ്റൊന്നും നമ്മളെ സ്വാധീനിക്കാതിരിക്കുകയും ദൈവത്തിൻ്റെ ഒരു സ്വാധീനം മാത്രം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ്, നമ്മൾക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് നമ്മൾക്ക് കിട്ടുന്നത് കേട്ടോ. കാരണം ഒന്നിലും നമ്മൾ വലിയ കാര്യമായിട്ട് ആശ്രയിക്കണം. ആ ആശ്രയത്തിനൊക്കെ ഒരു പരിധിയും ഒരു ലിമിറ്റും ഉണ്ടല്ലേ. അത് നമ്മൾ മനസ്സിലോട്ട് അങ്ങ് ഉറപ്പിക്കുക. നമ്മൾ ഏത് വ്യക്തികളുടെ അടുത്ത് ചെന്നാലും അവർക്കൊരു പരിധിയുണ്ട്, അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ. അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെയാണോ? അല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണ്? ദൈവത്തിന് പരിപൂർണമായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയും. ഒപ്പം എന്താണ്? ദൈവത്തിനൊരു പരിധിയില്ലല്ലേ. ദൈവത്തിന് പരിധിയില്ല, ദൈവത്തിന് പരിമിതികളില്ല. ദൈവം എന്ത് ചെയ്യും? നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ ഒരു തിരിച്ചറിവ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾക്കൊരു വല്ലാത്ത ധൈര്യം കിട്ടും. ഞാൻ പ്രത്യേകമായിട്ട് സംസാരിക്കുകയാണ്, നമ്മളുടെ എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞനുജന്മാരും അനുജത്തിമാരും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന മേഖലകളിലൂടെ ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി മേഖലകളിൽ നമ്മൾക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ ആരിലാണ് ആശ്രയിക്കേണ്ടത്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്മൾ നിരന്തരമായിട്ട് ഈ വിഷയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടപെടാതെ നമ്മൾ ഈ വിഷയം അങ്ങ് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു ആത്മവിശ്വാസം നമ്മൾക്ക് കിട്ടും കേട്ടോ. വല്ലാത്തൊരു ധൈര്യം നമ്മൾക്ക് കിട്ടും. എന്നോട് പലപ്പോഴും ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, വല്ലാത്ത ധൈര്യമാണ് കേട്ടോ, ജീവിതത്തിൽ വല്ലാത്തൊരു ധൈര്യമാണെന്നും പലപ്പോഴും എന്നെ അടുത്തറിയുന്നവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ധൈര്യവും എൻ്റെ അഹങ്കാരവും എൻ്റെ ആ ഒരു ആത്മവിശ്വാസവും എന്നൊക്കെ പറയുന്നത് എന്താണ്? എൻ്റെ ദൈവമാണെന്ന് ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളുടെ ആ ഒരു ആത്മവിശ്വാസം ഒക്കെ നമ്മൾക്ക് ലഭിക്കും. ഒരു വല്ലാത്ത ആത്മവിശ്വാസമാണ് കേട്ടോ. ദൈവം മാത്രം നമ്മളുടെ ജീവിതത്തിൽ, ദൈവത്തിന് നമ്മൾ വല്ലാത്ത പ്രയോറിറ്റി നമ്മളുടെ ജീവിതത്തിൽ കൊടുത്തു കഴിയുമ്പോൾ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിയുമ്പോഴുണ്ടല്ലോ, അത് അനുഭവിക്കുക തന്നെ വേണം. നമ്മൾ പലരും അനുഭവിക്കുന്നവരാണ്. എന്നാൽ ആരെങ്കിലും അനുഭവിക്കാത്തവരുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളോടാണ് പറയുന്നത് കേട്ടോ, ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോഴുണ്ടല്ലോ, ഒരു വല്ലാത്ത ആത്മവിശ്വാസം, ഒരു വല്ലാത്ത പ്രൊട്ടക്ഷൻ, ഒരു വല്ലാത്ത ധൈര്യമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അങ്ങ് വരും കേട്ടോ. നമ്മൾ എവിടെയും ഒറ്റയ്ക്ക് അങ്ങ് നേരിടുവാൻ, ഏത് വിഷയം വന്നാലും അതിൻ്റെ മുൻപിൽ ഒറ്റയ്ക്ക് തലയുയർത്തി നിൽക്കുവാനൊക്കെയുള്ളൊരു ആത്മവിശ്വാസം നമ്മൾക്ക് കിട്ടുന്ന
കിട്ടുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ മനുഷ്യരെ ആശ്രയിക്കാൻ പോകുമ്പോൾ എന്താ കുഴപ്പമെന്നറിയാവും, അവർ ചിലപ്പോൾ നാളെ കളം മാറ്റി ചവിട്ടും കേട്ടോ. അവർ അപ്പുറത്തെ സൈഡിലോട്ട് ചിലപ്പോൾ മാറിയെന്നിരിക്കും. അതേസമയം അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെ അവരെന്ത് ചെയ്യും, അപ്പുറത്തെ സൈഡിലോട്ട് മാറിയെന്നിരിക്കും. പക്ഷേ അത് നമ്മൾക്ക് ടെൻഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. കാരണം ഇവർ നാളെ അങ്ങോട്ട് മാറുമോ, അങ്ങോട്ട് ചേഞ്ച് ആകുമോ, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് നിൽക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻസൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾക്ക് പക്ഷേ നമ്മൾ എന്താണ്, അത് മനുഷ്യനിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, ആ ഒരു ടെൻഷൻസ് വരുന്നത്. അതേസമയം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾക്ക് ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. കാരണം എന്താണ്, ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നവനല്ല. ദൈവം എവിടെ നിൽക്കുന്നവനാണ്, ദൈവം നീതിയുടെ പക്ഷത്ത് മാത്രം നിൽക്കുന്നവനാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾക്ക് വല്ലാത്ത ആത്മവിശ്വാസം വരും, വല്ലാത്ത ധൈര്യം നമ്മൾക്ക് ലഭിക്കും കേട്ടോ. ആ ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ദൈവത്തിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് ലഭിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ +2 പഠിക്കുമ്പോൾ, +2 എന്ന് പറഞ്ഞാൽ ഞാൻ VHSE പഠിച്ചു, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അപ്പോൾ അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് കെമിസ്ട്രി, ഞാൻ സയൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ സമയത്ത് കെമിസ്ട്രി പഠിപ്പിക്കുന്ന മിസ്സ് ഞങ്ങളോട് പറഞ്ഞു, നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് കെമിസ്ട്രി ഇല്ല. കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നെക്സ്റ്റ് ഡേയിലില്ല. അപ്പോൾ ഈ മിസ്സ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കെമിസ്ട്രിയുടെ ബുക്കും പുസ്തകവും നാളെ കൊണ്ടുവരണം. കാരണം ഏതെങ്കിലും ഫ്രീ പീരീഡ് കിട്ടുവാണെങ്കിൽ ഞാൻ ആ പീരീഡ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കറിയാം അല്ലേ, നമ്മൾക്കതൊരു ഭയങ്കര ദേഷ്യം വരുന്നൊരു സംഭവമാണ്. കാരണം ഏതെങ്കിലും ഒരു ഫ്രീ പീരീഡ് കിട്ടിയാൽ നമ്മൾക്കൊരു എൻജോയ് ചെയ്തിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ. അപ്പോൾ ഈ മിസ് ആ സമയത്ത് പഠിപ്പിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കങ്ങ് വല്ലാത്ത ദേഷ്യം വന്നു. അപ്പോൾ പക്ഷേ ഒട്ടുമിക്ക പിള്ളേരും എല്ലാവരും നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്തു, ബുക്കും പുസ്തകമൊക്കെ കൊണ്ടുവന്ന് 2-3 പേര് ശരിക്കും മറന്നിട്ട് വന്നവരുണ്ട്. എന്നാൽ ഞാൻ മറന്നതല്ല, ഞാൻ പർപ്പസ്ലി കൊണ്ടുവന്നില്ല. കാരണം എനിക്ക് ദേഷ്യമായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ മിസ് എന്നിട്ട് ക്ലാസ്സിൽ വന്നു, നെക്സ്റ്റ് ഡേയിൽ ക്ലാസ്സിൽ വന്ന് ഫ്രീ പീരീഡ് കിട്ടിയപ്പോൾ ക്ലാസ്സിൽ വന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് കെമിസ്ട്രിയുടെ ബുക്കും പുസ്തകവും കൊണ്ടുവരാത്തവരെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 3-4 പേരുണ്ട്, ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ തലേദിവസം നിങ്ങളോട് കൊണ്ടുവരണമെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരാത്തതല്ലേ, നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു, ക്ലാസ്സിൻ്റെ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. അന്നേരം നമ്മൾക്കറിയാം ഈ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലേ, നമ്മളുടെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പോലെ ഇവർ നമ്മൾക്കൊരു മാർക്കുണ്ട് ഇടും അല്ലേ. അപ്പോൾ എല്ലാവർക്കും പേടിയായിട്ട് ഇനി മിസ് ഈ ഒരു വിഷയം കൊണ്ട് ഞങ്ങൾക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്കൊക്കെ കുറഞ്ഞു പോകും എന്നുള്ള ഭയങ്കര ടെൻഷൻസൊക്കെ ആയിട്ട് ബാക്കി 3 പേരും എൻ്റെ കൂട്ടത്തിൽ പുറത്തിറങ്ങി നിന്ന് ബാക്കി 3 പേരും ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിൽ. ഞാൻ നല്ല കൂളായിട്ട് നിന്നിട്ട് പുറത്തോട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ മിസ്സ് പുറത്തോട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ബാക്കി 3 പേര് കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ മിസ്സിന് ഭയങ്കര സന്തോഷം. എന്നിട്ട് അവരെ 3 പേരെയും അകത്ത് കയറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. കാരണം ഞാൻ കരഞ്ഞില്ല, അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് ഈ മിസ് എന്നിട്ട് ഞാൻ കരയുന്നില്ല. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി വീണ്ടും എന്നെ ക്ലാസ്സിനകത്തോട്ട് കയറ്റിയിട്ട് എല്ലാവരുടെ മുൻപിലങ്ങ് ഫ്രണ്ടിലങ്ങ് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നോക്ക് ഇവൾക്ക് എത്ര ധൈര്യമാണെന്ന് നോക്ക്, ഇവൾ കരയുന്നില്ല കണ്ടോ, ബാക്കി എല്ലാവർക്കും ടെൻഷനുണ്ട്, ബാക്കി എല്ലാവർക്കും സങ്കടമുണ്ട്, അവൾ കരയുന്നില്ല കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരത്തി അങ്ങ് ഏതാണ്ടൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു സങ്കടവും വരുന്നില്ല. കാരണം തെറ്റ് ഞാനാണ് ചെയ്തത്. കാരണം ബുക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു, എന്നിട്ട് എനിക്ക് 2 ന്യായമുണ്ട്. ഒന്ന്, ആ പീരീഡ് ഇല്ല. രണ്ടാമത്തത് ഈ മിസ് ബുക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ കൊണ്ടുവന്നില്ല. അപ്പോൾ തെറ്റെൻ്റെ ഭാഗത്തും ഉണ്ടല്ലോ. എന്നിട്ട് പക്ഷേ എങ്കിലും എനിക്ക് ഒരു സങ്കടവും തോന്നുന്നില്ല. കാരണം അതിനെന്താണെന്നറിയാമോ അതിനകത്തെ അർത്ഥം? ആ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചർ അതല്ല, ഞങ്ങളുടെ ആ ക്ലാസ്സിലുണ്ടായിരുന്ന മിക്ക ടീച്ചേഴ്സും അങ്ങനെയാണ്. ഭയങ്കര തിരിച്ചു വ്യത്യാസം പിള്ളേരോട് കാണിക്കുന്നതാണ്, ഭയങ്കര തിരിച്ചു വ്യത്യാസം കാണിക്കുന്ന ടീച്ചേഴ്സ്. ഇപ്പോൾ ചില പിള്ളേർ ഭയങ്കര സ്മാർട്ടായിട്ട് ഇങ്ങനെ ടീച്ചേഴ്സിനെ ഇങ്ങനെ, ചിലർക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവാണല്ലേ, മറ്റുള്ളവരെ ഇങ്ങനെ ഇട്ടിങ്ങനെ നിൽക്കാൻ പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവരോടാണ് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ നമ്മളെയൊക്കെ സാധാരണ പിള്ളേരെ പോലെ ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് ഇവരോട് ആരോടും വലിയൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും വന്നില്ല കേട്ടോ. ഈ ടീച്ചേഴ്സിനോട് എനിക്ക് അതുകൊണ്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ടും എനിക്ക് സങ്കടം വരാത്തതിൻ്റെ മെയിൻ കാരണം അതായത് നമ്മൾക്കറിയാം, നമ്മൾക്ക് സങ്കടം വരണമെങ്കിൽ നമ്മൾക്ക് ആ വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മൾക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകണം അല്ലേ, അവരോട് നമ്മൾക്കൊരു സ്നേഹം ഉണ്ടാകണം. അവരോട് ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടായാലേ നമ്മൾക്ക് എന്ത് വരത്തുള്ളൂ, ഒരു സങ്കടം നമുക്ക് വരത്തുള്ളൂ അല്ലേ. ഇല്ലെങ്കിൽ നമ്മൾക്ക് സങ്കടമൊന്നും വരത്തില്ല. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒരു സങ്കടവും വന്നില്ല. പിന്നെ ഈ ടീച്ചർ എന്നോട് ചോദിച്ചു, പിന്നെ എൻ്റെ കാര്യങ്ങൾ ചകയാൻ തുടങ്ങി. ഇവൾക്ക് എങ്ങനെ എത്ര അഹങ്കാരം വന്നത്, ഇത്ര ധൈര്യം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അറിയണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ഈ ടീച്ചർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിൻ്റെ വീട് എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തി എൻ്റെ പുറകോട്ട് ചരിത്രം എടുത്തു. അപ്പോൾ പുറകോട്ട് ചരിത്രം എടുത്തപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഈ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലും ഹോസ്റ്റലിലും ഒക്കെ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ കാര്യം മനസ്സിലായി.
മനസ്സിലായി. എന്താണ്, ഇവളെവിടെയാണ് ഹോസ്റ്റലുകളിലും കോൺവെൻറ്റുകളിലും ഒക്കെ നിന്നാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പെട്ടെന്ന് തൊട്ടാവാടിയായിട്ട് കരയുന്ന പ്രകൃതമല്ല എന്നും പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി. പിന്നെ പുള്ളിക്കാരത്തിക്ക് എന്നോട് നല്ല സ്നേഹമായി. പുള്ളിക്കാരത്തി പെട്ടെന്ന് പുള്ളിക്കാരത്തിൻ്റെ ഒരു അമ്മ മനസ്സങ്ങ് ഉണർന്നു. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായി. പിന്നെ എന്നെ ക്ലാസ്സിലെ ബെഞ്ചിൽ ഫസ്റ്റ് ഇരുത്തത്തുള്ളൂ, എൻ്റെ പീരീഡിൽ നീ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു ടീച്ചറിന്. അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറയുവാൻ കാരണം എന്താണ്, മറ്റുള്ളവരെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾക്ക് അവരോട് ഓവർ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾക്ക് എന്താണ്, മറ്റുള്ളവർ നമ്മളോട് നീതികേട് കാണിക്കുമ്പോൾ, നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾക്ക് ഈ വിഷമവും ഇത്രയും വലിയൊരു ടെൻഷനും നമ്മൾക്ക് വരാതെ ഇരിക്കണമെങ്കിൽ എന്താണ്, നമ്മൾക്ക് അവരോട് വലിയ അറ്റാച്ച്മെൻറ്റ് ഇല്ല എങ്കിൽ നമ്മൾക്ക് ടെൻഷനും വിഷമവും ഒന്നും വരത്തില്ല. അതേസമയം നമ്മൾക്ക് അവരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾക്ക് ഭയങ്കര വിഷമം വരും അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റിയും ഭയങ്കര അറ്റാച്ച്മെൻറ്റും നമ്മൾ മനുഷ്യരോടാകരുത്, പകരം ആരോടായിരിക്കണം, ദൈവത്തോടായിരിക്കണം. അപ്പോൾ ദൈവത്തോട് അറ്റാച്ച്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾക്ക് വലിയ ടെൻഷൻസും വലിയ ഒറ്റപ്പെടലുകളും ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എന്നോട് പലപ്പോഴും അങ്ങനെയാണ്, പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പലരും ഇങ്ങനെ ചോദിക്കും, എന്താണ് ഇപ്പോഴും എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ നിനക്കെന്താ ഒരു ടെൻഷനും ഇല്ലാതിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു മാറ്റമുണ്ട്, എനിക്ക് അവരോട് അറ്റാച്ച്മെൻ്റ് ഇല്ല, പിന്നെ അവരെന്ത് ചെയ്താലും എനിക്കെന്താണ് വിഷയം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. എന്താണ്, നമ്മളുടെ അറ്റാച്ച്മെൻറ്റും നമ്മളുടെ ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയൊക്കെ ആരോടായിരിക്കണം, ദൈവത്തോടായിരിക്കണം. മനുഷ്യന്മാർക്ക് നമ്മളൊരു പരിധിയിൽ കൂടുതലൊരു എന്താ പറയുക, ഒരു ഇൻവോൾവ്ഡ് അവർ നമ്മളുടെ ജീവിതത്തിലാകുവാൻ അനുവദിക്കരുത്. അത് ആരാണെങ്കിലും, ഈവൻ നമ്മളുടെ പേരൻസ് ആണെങ്കിലും നമ്മളുടെ ആരും ആകട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലിമിറ്റിൽ കവിഞ്ഞിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമ്മൾക്ക് അവരോട് ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റ് ആരോടായിരിക്കണം, ദൈവത്തോടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ, മറ്റൊന്നും നമ്മളെ സ്വാധീനിക്കാത്ത ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വരും. അത് ഭയങ്കര ഒരു അനുഭവമാണ് കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഹോസ്റ്റലുകളിലും ഈ കോൺവെൻറ്റുകളിലും ഒക്കെ നിന്ന് ജോലിക്കും പഠിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വീട്ടുകാരോട് പോലും ഓവർ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ അവരെന്ത് കാണിച്ചാലും അത് ഓവറായിട്ട് എന്നെ അങ്ങ് വിഷമിപ്പിക്കാറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം ഇത്രയുള്ളൂ. അത് ഞാൻ അനുഭവിക്കുന്നതാണ്. ആ ഒരു പ്രൊട്ടക്ഷനും ആ ഒരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും ആ ഒരു സ്നേഹവും ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ ഒത്തിരി ഒറ്റപ്പെടലുകളും ഇപ്പോൾ എൻ്റെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ആരോടും ഒത്തിരി അറ്റാച്ച്മെൻറ്റിന് പോകത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങോട്ട് വലിയ അറ്റാച്ച്മെൻറ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ്, ദൈവത്തിൽ നമ്മൾ 100% ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസും ആ ഒരു ധൈര്യവും ആ ഒരു സന്തോഷവും സമാധാനവും ഒന്നും ഒരു വ്യക്തികളിൽ ആശ്രയിച്ചാലും നമ്മൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഏതെങ്കിലും ആൾക്കാർക്ക് വേണ്ടി, ഏതെങ്കിലും മനുഷ്യന്മാർക്ക് വേണ്ടി നമ്മളുടെ ജീവിതത്തെ എന്താ പറയുക അവസാനിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് നമ്മൾ ഇരിക്കാതിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, മനുഷ്യന്മാരൊക്കെ വാക്ക് മാറും, ആരാണെങ്കിലും വാക്ക് മാറും. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം വന്നു കഴിയുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ പേരൻസോ ആരുമാകട്ടെ, അവർ വരെ ഒരു പക്ഷേ നമ്മളെ തള്ളിക്കളയും. പക്ഷേ നമ്മളെ കളയാത്ത ദൈവമുണ്ടാകും കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ആ ദൈവത്തിനറിയാം നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവമേ അങ്ങ് പലപ്പോഴും മറ്റുള്ളവരോട് കാണിക്കാത്ത സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ എന്നോട് കാണിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയാമോ, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മളെ അറിയുന്ന ദൈവം, മറ്റുള്ളവർക്ക് ആർക്കും നമ്മളെ മനസ്സിലാകത്തില്ല, എന്നാൽ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ, അതിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വേറെ ഒരു സ്നേഹവും നമ്മൾക്ക് ആവശ്യമില്ല എന്ന് തോന്നിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമ്മൾ ആർക്ക് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ മറ്റൊന്നും നമ്മളെ സ്വാധീനിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.